ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ അത്യാഹിത വിഭാഗം അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചികിത്സ തേടി പോകേണ്ടത്. അത് തൊട്ട് കാല് വരെയുള്ള എമർജൻസി ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഞാൻ ഓരോന്നായി തലച്ചോറിലാണെങ്കിൽ നമ്മൾ ആദ്യം സ്ട്രോക്ക്, അതായത് ഇന്നലെ പറഞ്ഞു മുഖം സൈഡിലേക്ക് കൂടുക, കൈ പൊക്കാൻ ബുദ്ധിമുട്ട്, സംസാരത്തിന് ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ അബോധാവസ്ഥയിലേക്ക് പോവുക. ഷുഗർ ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗർ കുറഞ്ഞതാവാം. അല്ലെങ്കിൽ ഫിറ്റ്സ്, കൈകാലുകൾ അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രം രോഗി നോക്കിക്കൊണ്ടിരിക്കുക, ഇതെല്ലാം ഫിറ്റ്സിൻ്റെ ലക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ സൂയിസൈഡ് തോട്ട്സ്, അങ്ങനെയുള്ള ചിന്ത വന്നാൽ പോലും നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സ തേടാം. പിന്നെ മൂക്കിൽ കൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക, ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് നിൽക്കുന്നില്ല. ഫസ്റ്റ് എയ്ഡ് എന്താ? മൂക്ക് പിൻ ചെയ്ത് പിടിക്കുക 10 മിനിറ്റ്സ്. അത് ചെയ്തിട്ട് പോലും നിൽക്കുന്നില്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചോര തുപ്പുക, റെഡ് കളറായിട്ട് വൊമിറ്റസിൽ കാണുക, അത് തുപ്പുകയും ചെയ്യാം, ഛർദ്ദിക്കൽ, പെട്ടെന്നുള്ള ശ്വാസം മുട്ടൽ, ന്യൂമോണിയ ആവാം, അല്ലെങ്കിൽ ഹാർട്ടിലോട്ടുള്ള രക്തക്കുഴൽ അടഞ്ഞതാവാം, പൾമണറി എംബോളിസം എന്ന് പറയും. നെഞ്ച് വേദന, നെഞ്ചത്ത് ഭാരമിരിക്കുന്ന പോലെ, ആ വേദന 3-4 സൈഡിലോട്ട് റെഫർ ചെയ്യും. ഒന്ന് കൈയിലോട്ട്, താടി, പുറം, കഴുത്ത്, ഇതെല്ലാം അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാണ്. പൊക്കിളിൻ്റെ മുകളിലുള്ള ഏത് വേദനയാണെങ്കിലും ആദ്യം ECG എടുത്ത് അറ്റാക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തണം. വയറിൻ്റെ ഭാഗത്ത് ഡിഫറെൻറ്റ് ഡയഗ്നോസിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ്, ഇത് ലിവറിൻ്റെ അവിടെ ഹെപ്പറ്റൈറ്റിസ് വരാം. ഒബ്സ്ട്രക്ഷൻ, അതായത് കുടൽ ഒട്ടിപ്പോവുക. പ്രഗ്നൻറ്റ് പേഷ്യൻ്റ് ആണെങ്കിൽ ബ്ലീഡിങ്, കൊച്ചുങ്ങളുടെ അനക്കം അറിയാതിരിക്കുക. ഇനി നടുവേദനയുള്ള ഒരാളാണെങ്കിൽ നടുവേദനയുടെ കൂടെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ സെൻസേഷൻ നഷ്ടപ്പെടുക, ഇരിക്കുന്ന ഭാഗത്ത് അറിയാതെ മലമൂത്രം പോവുക, കാലോട്ട് വേദന റേഡിയേറ്റ് ചെയ്യുക, തരിപ്പ് തോന്നുക, ഇതെല്ലാം എമർജൻസി. സ്ക്രോട്ടൽ പെയിൻ ഒരിക്കലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. 3-4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ചികിത്സിച്ചില്ലെങ്കിൽ സ്ക്രോട്ടം ടെസ്റ്റിസ് തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കാലോട്ട് വരുമ്പോൾ ഒരു കാലിൽ മാത്രം നീര് കെട്ടുക, വേദന, അതെല്ലാം DVT എന്ന് പറയും. അപ്പം അത് ഹൈ റിസ്ക് ആണ്. പൾമണറി എംബോളിസം ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി വരും വീഡിയോകളിൽ ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും.